ടൂ വീലർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷമെങ്കിലും ആവും. പക്ഷേ ഈ 3 വർഷത്തിനുള്ളിൽ ഞാൻ ആകെ വണ്ടി കൊണ്ടുപോയിട്ടുള്ളത് നെടുമങ്ങാടും പിന്നെ അഴീക്കോട് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ, അത് അപൂർവമായിട്ട്, പിന്നെ കാട്ടാക്കട. ഇതിനപ്പുറത്തോട്ട് ഞാൻ എങ്ങോട്ടും തന്നെ പോയിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്നലെ സിറ്റിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്, ഇതൊന്നും നമുക്ക് ആരും പഠിപ്പിച്ച് തരുന്നതല്ലല്ലോ, കൊണ്ടുപോയി നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കളിപ്പിച്ച് പോകാൻ തീരുമാനിച്ചു. എൻ്റെ മോനെയും വിളിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ പറഞ്ഞില്ല, കാര്യം എന്താണെന്ന് പറയുമ്പോൾ പുള്ളി നെഗറ്റീവ് അടിച്ച് എന്നെ വീട്ടിലിരുത്തി കളയും. അവസാനം എനിക്ക് പോകാനുള്ള മൂഡ് പോലും കാണത്തില്ല. എനിക്ക് പിന്നെ ഭയമായിരിക്കും. പക്ഷേ അതൊന്നും നോക്കിയില്ല, ഞാൻ നല്ല അടിപൊളിയായിട്ട് പോയി. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും സൂപ്പർ. എനിക്ക് പിന്നെ അവിടെ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഞാൻ ആകെ ടെൻഷനും ഗുലുമാലൊക്കെ ആയിരുന്നു മനസ്സിൽ, എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് അതേപോലെ തിരിച്ചു വരികയും ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്ര സൂപ്പറായിട്ട് പോയിട്ട് വരാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസായി, ഇനി എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി തിരിച്ച് ആരനാട് ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയും വണ്ടിയും കൊണ്ട് വെച്ച് പിറകെ ഹോൺ അടിക്കണം. അങ്ങനെ കാര്യമൊക്കെ സംസാരിച്ച് എൻ്റെ പറഞ്ഞ്, എന്തായാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോയിട്ട് വന്നതല്ലേ, ജ്യൂസ് മേടിച്ച് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം കയറുന്ന കടയിലേക്ക് കയറി. ഞങ്ങൾക്ക് 2 ഷാർജയും റംസാൻ ഒരു ലൈമൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ അവിടെ ലൈറ്റൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ കെട്ടിയവൻ എൻ്റെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു, നീ പൊയ്ക്കോ, നീ എവിടെ വേണോ പൊയ്ക്കോ, പക്ഷേ എൻ്റെ പിള്ളേരെ കൊണ്ടുപോകാൻ വരുന്നത്. പുള്ളിയുടെ മൈൻഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നീ പോയി എവിടെയെങ്കിലും പോയി ഇതായാലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എൻ്റെ പിള്ളേരെ നീ ഒരെണ്ണം കൊണ്ടുപോകരുത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെ കൊണ്ടുപോയി ഇനി പോകുമ്പോഴെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവൻ്റെ അവൻ ലൈമും കുടിച്ചു, ഞങ്ങൾ ഷാർജയൊക്കെ കുടിച്ചു. പിന്നെ അവന് വിശക്കുന്നു എന്ന് പറഞ്ഞ് പപ്സ് ഓർഡർ ചെയ്ത്. അപ്പോൾ പപ്സൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നേരെ വീട് പിടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന വഴി റിതാൻകുട്ടന് ഒരു പപ്സ് അവിടെ വാങ്ങിച്ചിട്ട് അതുപോലും തിരികെ വാങ്ങാണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് അവൻ ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഓർമ്മിച്ചത്, പടച്ചവനെ, എൻ്റെ കൊച്ചിന് വാങ്ങിയ പപ്സ് അവിടെ വെച്ചിട്ടാണല്ലോ വന്നത്. പിന്നെ അത് മേടിക്കാൻ തിരിച്ചൊന്നും പോയില്ല. പക്ഷേ വാങ്ങിക്കൊണ്ട് അവന് ഉഴുന്ന് വടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നെ അതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനി മുതൽ